അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ഫാത്തിഹയിലെ 5-ാമത്തെ സൂക്തമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ സൂക്തത്തിലെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചു കഴിഞ്ഞു. ഇയ്യാക, നിന്നെ മാത്രം, നഅ്ബുദു, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, അഥവാ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥവും അതേപോലെ ആശയവും ഒക്കെ നമുക്ക് ബോധ്യമായിട്ടുണ്ട്. ഇനി അതിൻ്റെ തുടർച്ച, ബാക്കി ഭാഗം വ ഇയ്യാക നസ്തഈൻ എന്നതാണ്. വ ഇയ്യാക, നിന്നോട് മാത്രം, നസ്തഈൻ, ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അതിൽ നസ്തഈനു എന്ന വാക്കിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നസ്തഈൻ, ഈ വാക്കിൻ്റെ ഭൂതകാല രൂപം ഇസ്തആന എന്നാണ്. ഇസ്തആന. ഇസ്തആന, സഹായം തേടി എന്നാണ് വാക്കിന്റെ അർത്ഥം. സഹായം തേടി. സഹായം തേടി എന്നാണ്. പൊതുവെ ഇസ്ത ചേർത്ത് പറയുന്ന വാക്കുകളുണ്ടല്ലോ. ഇപ്പോൾ ഇസ്തിഗ്ഫാർ, ഇസ്തഗ്ഫറ എന്ന് പറയുമ്പോൾ പാപമോചനം തേടി എന്നാണല്ലോ അർത്ഥം പറയാം. അതേപോലെ ഇസ്തആന, സഹായം തേടി. ഇനി ഇതിൻ്റെ ഭാവികാല രൂപം അഥവാ മുദാരിഅ യസ്തഈനു, യസ്തഈനു എന്നാണ്. അവസാനം നൂന് വരുമ്പോൾ തൊട്ട് മുമ്പിലുള്ള അക്ഷരം, മുമ്പിലുള്ള യാ പോലെയുള്ള അക്ഷരങ്ങളാണെങ്കിൽ ഇങ്ങനെ ഉയർത്തിയാണ് എഴുതുക. അതിപ്പോൾ ഉയർത്തിയിട്ട് ഇങ്ങനെ വരക്കും, എന്നിട്ട് താഴെ പുള്ളികൾ ഇടാണ്. യസ്തഈനു, സഹായം തേടുന്നു അല്ലെങ്കിൽ തേടും എന്നൊക്കെ അർത്ഥം പറയാം. ഭാവിയും വർത്തമാനവും ഒന്നാണല്ലോ. യസ്തഈൻ അറബി ഭാഷയിൽ അങ്ങനെയാണ്, ഭാവിക്കും വർത്തമാനത്തിനും ഒരേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. യസ്തഈനു, സഹായം തേടുന്നു അല്ലെങ്കിൽ തേടും, തേടിക്കൊണ്ടിരിക്കും, ഇതിനൊക്കെ ഈ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇസ്തആന, സഹായം തേടി, യസ്തഈനു, സഹായം തേടുന്നു. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന വ്യത്യാസം, ഈ യാഇന് പകരം നൂനായി, കണ്ടില്ലേ, നൂൻ. അപ്പൊ നസ്തഈൻ, നൂനിൽ തുടങ്ങുമ്പോൾ എന്തായിരിക്കും അർത്ഥം വരിക? നേരത്തെ നഅ്ബുദു പഠിച്ചല്ല, നഅ്ബുദു, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതേപോലെ നസ്തഈൻ എന്നാകുമ്പോൾ ഞങ്ങൾ സഹായം തേടുന്നു എന്നായിരിക്കും അർത്ഥം. ഞങ്ങൾ സഹായം തേടുന്നു, അതാണ് ഇവിടെ ഉള്ളൊരു വ്യത്യാസം. അപ്പോൾ ഇസ്തആന, യസ്തഈനു, നസ്തഈനു, ഞങ്ങൾ സഹായം തേടുന്നു. ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു. വ, അതോടൊപ്പം, ഇയ്യാക, നിന്നോട് മാത്രം, നസ്തഈനു, ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അതിൽ ഇയ്യാക രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ നിന്നെ മാത്രം എന്ന് പറയും, അല്ലെങ്കിൽ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു. ഇവിടെ ഇയ്യാക, നിന്നോട് മാത്രം, നസ്തഈൻ, ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ വാക്കുകളുടെ അർത്ഥം വരുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നോട് മാത്രം, ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. ഇതിൽ സഹായം തേടുക എന്നതിന് അൽ ഇസ്തിആന എന്ന് പറയാം. അൽ ഇസ്തിആന. സഹായം തേടൽ. ഈ നസ്തഈനു എന്നതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള വേറൊരു പ്രയോഗമാണ് അൽ ഇസ്തിആന, സഹായം തേടൽ എന്നാണ് വാക്കിൻ്റെ അർത്ഥം.
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇതിൻ്റെ ആശയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അൽ ഇസ്തിആന, സഹായം തേടൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ആയത്ത് മൊത്തത്തിൽ പരിശോധിച്ച് നോക്കിയാൽ ഈ സൂറത്തുൽ ഫാത്തിഹയിൽ 5-ാമത്തെ സൂക്തം, ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന ഈ വചനം ശരിക്കും അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള ഒരു പ്രതിജ്ഞയാണ്. സ്വയം പ്രേരിതനായിട്ട് അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വയം സന്നദ്ധനായിക്കൊണ്ട് നടത്തുന്ന ഒരു പ്രതിജ്ഞയാണ്. ഞങ്ങൾ നിനക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യുള്ളൂ, നിന്നോട് മാത്രമേ സഹായം തേടൂ. കഴിഞ്ഞ സൂക്തങ്ങളിൽ നാം അള്ളാഹുവെ വളരെ വിശദമായിട്ട് തന്നെ പരിചയപ്പെടുന്നുണ്ട്. അള്ളാഹു ആരാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അടിമ സ്വയം സന്നദ്ധനായിട്ട് പറയാണ്, നിനക്ക് മാത്രമാണ് ഞങ്ങളുടെ ഇബാദത്ത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുക എന്ന് സ്വയം സന്നദ്ധനായിട്ട് ഏറ്റുപറയാണ്. അഥവാ അള്ളാഹുവും അടിമയും തമ്മിലുള്ള ഒരു കരാറാണ് ഈ സൂക്തം എന്നാണ് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാകുന്നു എന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഈ സൂക്തത്തിന് മറുപടി പറയുന്നതായിട്ട് ഹദീസിൽ വരുന്നുണ്ട്. അപ്പോൾ സഹായം തേടുക എന്ന ആശയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആരോടാണ് സഹായം തേടേണ്ടത്, എന്ത് സഹായമാണ് തേടേണ്ടത്, എങ്ങനെയാണ് സഹായം തേടേണ്ടത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങളിലുള്ള ചർച്ച അതുമായി ബന്ധപ്പെട്ടു വരും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സഹായം തേടുന്നതിനെ കുറിച്ച്, പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച്, അഭയം തേടുന്നതിനെ കുറിച്ച് ഒക്കെ ഒരുപാട് ഇടങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. സഹായം തേടല് വിശ്വാസവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ആർക്കാണോ നമ്മെ സഹായിക്കാൻ കഴിയുക അവരോടാണല്ലോ നമ്മൾ പൊതുവെ സഹായം തേടാം. ഏത് വിഷയത്തിലായിരുന്നാലും അയാൾക്ക് എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അയാളോട് സഹായം തേടും എന്നതാണ് നമ്മുടെ മനസ്സിലുണ്ടാകുക. അപ്പം ഇവിടെ നമ്മുടെ സൃഷ്ടാവായ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പരമാധികാരിയായ അള്ളാഹുവോടാണ് നാം സഹായം തേടേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ സഹായം തേടേണ്ടി വരുന്നത്? നാം കേവലം അടിമകളാണ്, അള്ളാഹുവിൻ്റെ ആശ്രിതരാണ് നമ്മൾ. സൂറത്ത് ഫാത്തിറിൽ അള്ളാഹു തആല 15-ാമത്തെ സൂക്തത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ആശ്രിതരാകുന്നു. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ആശ്രിതരാകുന്നു. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ വെറും പാവങ്ങളാണ്, ഫഖീർമാർ മാത്രമാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു തആല സ്വയം തന്നെ സ്തുത്യർഹനും ധന്യനുമാണ്. അള്ളാഹു സ്വയം പര്യാപ്തനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവെ ആശ്രയിക്കാതെ നിലനിൽപ്പില്ല എന്നാണ് അള്ളാഹു തആല ആ സൂക്തത്തിലൂടെ നമ്മെ ഉണർത്തുന്നത്. അതേപോലെ സൂറത്തുൽ ഫുർഖാനിലെ അവസാനത്തെ സൂക്തത്തില് ഖുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കൂ, മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, മാ യഅബഉ ബിക്കും റബ്ബി, എൻ്റെ റബ്ബ് നിങ്ങളെ എന്ത് പരിഗണിക്കാനാണ്, ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ എന്ത് പരിഗണിക്കാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നുണ്ട്. അതേപോലെ സൂറത്തുൽ ബഖറയിൽ നോമ്പിനെ കുറിച്ച് പരാമർശിച്ച് തൊട്ടുടനെയുള്ള സൂക്തത്തിൽ പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്നെക്കുറിച്ച് എൻ്റെ അടിമ താങ്കളോട് ചോദിച്ചാൽ പറയുക, ഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാകുന്നു. അതുകൊണ്ട് വിളിക്കുന്നവൻ എന്നെ വിളിച്ചു കൊള്ളട്ടെ, എന്നിൽ വിശ്വാസം അർപ്പിക്കട്ടെ, എങ്കിൽ സന്മാർഗം പ്രാപിക്കും എന്ന് അല്ലാഹു തആല ആ സൂക്തത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിളി അല്ലെങ്കിൽ പ്രാർത്ഥന, അഭയം തേടൽ, രക്ഷ തേടൽ, ആവശ്യങ്ങൾ സമർപ്പിക്കൽ എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമായിരിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. കാരണം മറ്റാരിൽ നിന്നും നമുക്കത് നേടിയെടുക്കാൻ സാധ്യമല്ല എന്നാണ് അതിൽ നിന്ന് ബോധ്യമാവേണ്ടത്. ആ നിലയിലാണ് അള്ളാഹുവിന് നാം നമ്മെ സമർപ്പിക്കുന്നത്. ആ നിലയ്ക്ക് തന്നെയാണ് അള്ളാഹുവിൽ നിന്ന് നാം നന്മകളും അനുഗ്രഹങ്ങളും പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ നസ്തഈൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ ഇത്
പരിപൂർണമായും അള്ളാഹുവിലെ അടിമ വിലയം പ്രാപിച്ച് അവനിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുന്ന അവസ്ഥയാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇവിടെ പലപ്പോഴും പല വിധത്തിലുള്ള സംശയങ്ങൾ നമുക്കുണ്ടാവാം. അള്ളാഹുവോട് സഹായം തേടേണ്ടത് ഏത് വിഷയത്തിലാണ്, പടപ്പുകളോട് സൃഷ്ടികളോട് സഹായം തേടേണ്ടത് ഏത് വിഷയത്തിലാണ് എന്നൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ ഈ വിഷയത്തിലുണ്ട്. അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഏത് വിഷയത്തിലും നമ്മുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അള്ളാഹുവിനായിരിക്കണം സഹായം തേടേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്ത് പ്രശ്നം ഉണ്ടായാലും, ജീവിതത്തിൽ ഏത് നിസ്സാരം എന്ന് തോന്നുന്ന വിഷയമാണെങ്കിലും, ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോക്കറ്റിൽ കാശുണ്ടെങ്കിൽ നമുക്ക് വേഗം ഒരു ചെരുപ്പ് കടയിൽ പോയിട്ട് ചെരുപ്പ് വാങ്ങിച്ച് പ്രശ്നം പരിഹരിക്കാം. പക്ഷെ അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, അത്ര പോലും ഏത് വിഷയം ഉണ്ടായാലും അള്ളാഹുവിൽ രക്ഷ തേടുക എന്നതാണ് ഒരു അടിമയുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ എല്ലാ വിഷയത്തിലും അള്ളാഹുവോട് രക്ഷ തേടുക. അതിനെ പണ്ഡിതന്മാർ രണ്ടായിട്ട് വ്യാഖ്യാനിച്ച് പറയാറുണ്ട്. അതിഭൗതികമായ വിഷയങ്ങൾ അഥവാ ഗൈബായ, അദൃശ്യമായ, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങളിൽ അള്ളാഹുവോട് രക്ഷ തേടണം, ആവശ്യപ്പെടണം, ആവശ്യങ്ങൾ ഉന്നയിക്കണം. അതേ സമയത്ത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങളാണെങ്കിലോ അതിലും അള്ളാഹുവോട് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് നാം സഹായം തേടേണ്ടത്, ചോദിക്കേണ്ടത്. ഇപ്പോൾ സാമ്പത്തിക ആവശ്യമുണ്ടായി, ഒരാൾക്ക് 1000 രൂപ വേണം എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പൊതുവെ 1000 രൂപ ആരുടെ കയ്യിൽ നിന്ന് കിട്ടും എന്ന് ആലോചിച്ചിട്ട് അയാളുടെ അടുക്ക് പോയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെയും അള്ളാഹുവോടാണ് ഒന്നാമതായിട്ട് നമ്മൾ തേടേണ്ടത്. പഠിച്ചവനെ, എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അത് നീ സാധിപ്പിച്ചു തരണമേ എന്ന് അള്ളാഹുവോട് തേടുകയും ആഗ്രഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിൽ നിന്നാണ് നമ്മുടെ മനസ്സിൽ ഇന്ന ആളോട് ചോദിച്ചാൽ കാര്യം നടക്കും എന്ന ചിന്ത പോലും ഉണ്ടാവുന്നത്. അപ്പൊ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1000 രൂപ കടം വാങ്ങിക്കുകയാണ്, അത് തിരിച്ച ആൾക്ക് തന്നെ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ നാം സഹായം ചോദിക്കേണ്ടത് അള്ളാഹുവോട് തന്നെയാണ്. എന്നിട്ടായിരിക്കണം നാം അവന്റെ അടിമകളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമീപിക്കുന്നത് എന്നുള്ളതാണ്. മനുഷ്യർ തമ്മിൽ പരസ്പരം സഹായം ചോദിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയാം? സാധ്യമല്ല. എല്ലാ മനുഷ്യരും പരസ്പരം ആശ്രയിച്ചുകൊണ്ടാണ് കഴിയുന്നത്. ആലോചിച്ച് നോക്കൂ, ഒരു മണി അരി നമ്മുടെ ഡൈനിങ് ടേബിളിൽ തീന്മേശയിൽ എത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്ര കൈകളുടെ അധ്വാനമുണ്ട് അല്ലേ? എവിടെയോ ഏതോ നാട്ടിലെ ആരോ ഏതോ കർഷകൻ വിത്തെറിഞ്ഞിട്ട് അതിനെ തുടർന്ന് ഒരുപാട് കൈകളിലൂടെ കൈമാറിയാണ് നമ്മുടെ വീട്ടിൽ അരിമണി എത്തുന്നത്. അപ്പൊ സഹായമില്ലാതെ, പരസഹായമില്ലാതെ നമുക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. പക്ഷെ ആ സഹായം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും യഥാർത്ഥത്തിൽ നമ്മെ സഹായിക്കുവാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമല്ല എന്നാണ് അതിൽ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അറിവ് ചോദിക്കുന്നുണ്ട്, സമ്പത്ത് ചോദിക്കുന്നുണ്ട്, സേവനങ്ങൾ ചോദിക്കാറുണ്ട്, ഇങ്ങനെ പലതും. രോഗമാകുമ്പോൾ ഡോക്ടറെ സമീപിക്കുന്നു, എന്നിട്ട് ഡോക്ടർ നമുക്ക് മരുന്ന് കുറിച്ച് തരുന്നു, നാം ഡോക്ടർക്ക് ഫീസ് നൽകുന്നു. അപ്പൊ അവിടെ എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. പക്ഷെ ആരാണ് നമ്മുടെ രോഗം ശിഫയാക്കുന്നത്? ആരാണ് രോഗശമനം നൽകുന്നത്? ഡോക്ടറാണോ? അല്ല, അള്ളാഹു ആകുന്നു. വഹുവ യശ്ഫീൻ ഇദാ മരിൽതു വഹുവ യശ്ഫീൻ. ഞാൻ രോഗിയാകുമ്പോൾ എനിക്ക് ശിഫ നൽകുന്നത് അള്ളാഹു ആണ്. ഇതാണ് വിശ്വാസത്തിന്റെ മർമ്മം, അല്ലാതെ ഡോക്ടറല്ല. ഇവിടെയാണ് പലപ്പോഴും നമുക്ക് അബദ്ധം സംഭവിക്കുന്നത്. അപ്പൊ അതിനാൽ അന്തിമമായിട്ട് സഹായം തേടേണ്ടത് അള്ളാഹുവോട് മാത്രമായിരിക്കണം, സൃഷ്ടികളോടല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നിത്യജീവിതത്തിലെ വിഷയങ്ങൾ സ്വാഭാവികമായും മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ആ നിലക്ക് നാം അവരെ സമീപിക്കുന്നു, പ്രശ്നപരിഹാരം തേടുന്നു. പക്ഷെ അന്തിമമായി നമ്മുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് അള്ളാഹു മാത്രമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അള്ളാഹുവോട് സഹായം തേടുക എന്ന് പറയുമ്പോൾ അത് എല്ലാ യുക്തിക്കും കാര്യകാരണ ബന്ധത്തിനും അപ്പുറമുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ ഉദ്ധരിക്കുന്നുണ്ട്.
പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും സക്കരിയ അലൈഹി ഇസ്ലാമിൻ്റെയും ഒക്കെ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട്, സന്താന ലബ്ധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുണ്ട്. റബ്ബി ഹബ്ബിലി മിൻ ലദുൻക ദുർരിയ്യത്തൻ ത്വയ്യിബ, പടച്ചവനെ നിന്നിൽ നിന്നുള്ള വിശുദ്ധനായ സന്താനത്തെ നൽകി അനുഗ്രഹിക്കണമേ. ഹബ്ബിലി മിൻ ലദുൻക വലിയ, നിന്നിൽ നിന്നുള്ള ഒരു കൈകാര്യകർത്താവിനെ നൽകി അനുഗ്രഹിക്കണമേ. ഇങ്ങനെയൊക്കെ സക്കരിയ അലൈഹി ഇസ്ലാം നടത്തുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലുണ്ട്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും സക്കരിയ അലൈഹി ഇസ്ലാമിൻ്റെയൊക്കെ പ്രാർത്ഥന ഭൗതികമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ ഒട്ടും പ്രായോഗികമല്ല എന്ന് പറയാം. ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിൻ്റെ അവശതയിൽ തല വെളുത്ത് നരച്ച സാഹചര്യത്തിൽ പ്രായം 80 മുകളിൽ എത്തിയിരിക്കുമ്പോൾ ആണ് അവർ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് അല്ലാഹു തആല സ്വീകരിച്ചില്ലേ? പടച്ചതമ്പുരാൻ 2 പേർക്കും സന്താനങ്ങൾ നൽകി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് മക്കളുണ്ടായില്ല കുറച്ച് വർഷങ്ങൾ. ഇപ്പോൾ ഡോക്ടർ പറയാണ് മക്കളുണ്ടാവാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നു. എങ്കിൽ എന്തായിരിക്കും ആ ദമ്പതികളുടെ മാനസികാവസ്ഥ? ആകെ നിരാശപ്പെട്ട് ഇനി ഒരിക്കലും സന്താന സൗഭാഗ്യം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ജീവിതം തന്നെ ആകെ താളം തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. ഇവിടെയാണ് അള്ളാഹുവിലുള്ള പ്രതീക്ഷ അതിനൊക്കെ അപ്പുറമായിരിക്കണം എന്ന് പറയുന്നത്. നമുക്കിടയിൽ തന്നെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവും. ഹജ്ജിന് പോയിട്ട് ഉംറക്ക് പോയിട്ട് ഉത്തരം കിട്ടുന്ന ഇടങ്ങളിൽ പ്രാർത്ഥന നടത്തിയപ്പോൾ ഭൗതികമായ കാരണങ്ങളൊക്കെ അട്ടിമറിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തീരുമാനം നടപ്പിലാക്കിയ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ പറ്റും. അവിടെയാണ് അള്ളാഹുവോടുള്ള സഹായം തേടല് കാര്യകാരണ ബന്ധത്തിനും അപ്പുറമാണ് എന്ന് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന വചനത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയം ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുന്നു, അതുപോലെ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്ന ഈ സൂക്തത്തിൽ പടച്ചതമ്പുരാനുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് ഉൾക്കൊള്ളുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിലെ വചനം ഒന്നുകൂടി പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവൻ 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 എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അള്ളാഹുവെ കുറിച്ച് ഇയ്യാക, നിനക്ക് മാത്രം, നഅ്ബുദു ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, വ ഇയ്യാക നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, നസ്തഈൻ ഇങ്ങനെ ആയി മാറിയത് എന്തുകൊണ്ടാണ് ഈ വചനം? നേരത്തെ വന്ന സൂക്തങ്ങളിൽ അവൻ റബ്ബുൽ ആലമീൻ, അവൻ അർ റഹ്മാൻ, അവൻ അർ റഹീം, അവൻ മാലിക് യൗമിദ്ദീൻ, ഇങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കിയത്. പെട്ടെന്ന് ഇയ്യാക, നിന്നെ മാത്രം, നിന്നോട് മാത്രം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാവും വല്ലപ്പോഴും? നമ്മൾ ഒരുപാട് കാലമായിട്ട് ഈ സൂക്തം അല്ലെങ്കിൽ ഈ അധ്യായം നമസ്കാരത്തിൽ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവൻ ആയ അള്ളാഹു പെട്ടെന്ന് നീയായിട്ട് മാറിയത്? അവൻ എന്ന് പറയുമ്പോൾ അകലെയുള്ള ആളല്ലേ അവൻ, ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത ആള്. പക്ഷെ പിന്നെ എങ്ങനെയാണ് ആ അള്ളാഹു തന്നെ നീയായി മാറിയത്? ഇത് നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇതില് സൂറത്തുൽ ഫാത്തിഹയിലൂടെ നാം അള്ളാഹുവിലേക്ക് മെല്ലെ മെല്ലെ ഉയർന്നുയർന്ന് പോവുകയാണ് ചെയ്യുന്നത്. നമസ്കാരത്തെക്കുറിച്ച് മിഅ്റാജുൽ മുഅ്മിൻ എന്ന് പറയപ്പെട്ടിട്ടുണ്ടല്ലോ. അഥവാ നമസ്കാരം അള്ളാഹുവിലേക്കുള്ള ആരോഹണമാണ്. വിശ്വാസി അള്ളാഹുവിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്നു പോയ പോലെ അള്ളാഹുവിലേക്കുള്ള ഒരു ആരോഹണമാണ് നമസ്കാരം. അസ്സലാത്തു മുനാജാത്തുൽ മുഅ്മിൻ, വിശ്വാസിയുടെ അള്ളാഹുവുമായുള്ള സ്വകാര്യ സംഭാഷണമാണ് നമസ്കാരം. എന്ന് പറയുമ്പോൾ സ്വകാര്യമാവണമെങ്കിൽ അടുത്തു നിന്നാവണ്ടേ? യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹയിലൂടെ അതാണ് സംഭവിക്കുന്നത്. ഘട്ടം ഘട്ടമായി അള്ളാഹുവെ തിരിച്ചറിഞ്ഞ അടിമ അള്ളാഹുവിലേക്ക് മെല്ലെ മെല്ലെ ഉയർന്നുയർന്ന് എത്തിച്ചേരുന്ന ഒരവസ്ഥ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. പ്രത്യേകിച്ച് ഈ സൂക്തത്തിലാണ് അത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിലേക്ക് ഉയർന്ന് അവന്റെ സവിധത്തിൽ
ഒരു അടിമ എത്തിക്കഴിഞ്ഞു. എന്നിട്ടാണ് ഇങ്ങനെ അള്ളാഹുവോട് മഹത്തായ ഒരു പ്രതിജ്ഞ നടത്തുന്നത്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആകുമ്പോൾ നമസ്കാരം നമുക്ക് കൂടുതൽ ഏകാഗ്രതയും കൂടുതൽ പ്രയോജനവും നൽകുന്നതായിട്ട് അനുഭവപ്പെടും. അള്ളാഹു എന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാൻ വ്യാഖ്യാനിച്ചില്ലേ, അൻ തഅബുദല്ലാഹ കഅന്നക തറാ, നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൂ, കഅന്നക തറാഹു, നീ അവനെ കാണുന്നു എന്ന മാനസികാവസ്ഥയിൽ നീ അവനെ കാണുന്നു. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, ഇനി നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ തീർച്ചയായും നിന്നെ കാണുന്നുണ്ട് എന്ന ബോധം നിനക്കുണ്ടാവണം. വളരെ സമീപസ്ഥമാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നമ്മുടെ കണ്ഠനാടിയേക്കാൾ അല്ലാഹു തആല നമ്മോട് അടുത്ത് നിൽക്കുന്നു എന്നാണല്ലോ. ഇത് അനുഭവിച്ചറിയുവാൻ ഈ സൂക്തത്തിലൂടെ നമുക്ക് കഴിയും. പിന്നെ ഒന്ന്, ഇയ്യാക നഅ്ബുദു, അതുപോലെ നസ്തഈൻ, അവിടെയൊക്കെ ഞങ്ങൾ ഞങ്ങൾ എന്നാ പറഞ്ഞത്. ഞങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നു, ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു. എന്തുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞില്ല? നമസ്കാരം സ്വകാര്യ സംഭാഷണമായിരിക്കെ തന്നെ ഞങ്ങൾ എന്ന് ഉപയോഗിച്ചത്, ഞാൻ എന്ന് പറഞ്ഞില്ല. അത് ഏകാന്തതയുടെ കൂരിരുളിൽ ഒരു അടിമ അള്ളാഹുവെ പ്രാപിക്കുകയാണെങ്കിൽ പോലും ഞങ്ങൾ എന്ന് തന്നെ പറയണം. ഇയ്യാക അഅ്ബുദു ഇയ്യാക അസ്തഈൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമാവില്ല. എന്താ അതിന്റെ കാരണം? പലപ്പോഴും നമസ്കാരം ഒറ്റയ്ക്കാകുമ്പോഴാണ് കൂടുതൽ ഏകാഗ്രത കിട്ടുക എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിന്റെ സാമൂഹികത നമ്മൾ പഠിപ്പിക്കാൻ, പ്രാർത്ഥനയുടെ സാമൂഹികത പഠിപ്പിക്കാൻ, എൻ്റെ കാര്യം എന്ന് മാത്രമല്ല പഠിച്ചവനോട് പറയേണ്ടത്. പഠിച്ചവനെ, ഞങ്ങൾ മനുഷ്യ സമൂഹം അല്ലെങ്കിൽ വിശ്വാസി സമൂഹം ഒന്നടങ്കം നിന്റെ മുമ്പിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു സാമൂഹിക ബോധമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമസ്കാരത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയില് ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നു, വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു എന്ന ശൈലി ഉണ്ടായത്. ഒറ്റയ്ക്കാണ് ഒരുപക്ഷെ കൂടുതൽ ഏകാഗ്രത കിട്ടുക എങ്കിലും ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം, സംഘടിത നമസ്കാരത്തിന്റെ പ്രാധാന്യം കൂടി ഈ സൂക്തം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ സൂറത്തുൽ ഫാത്തിഹയിലെ പ്രതിജ്ഞാവാക്യമാണ്. അള്ളാഹുവും അടിമയും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് കരാറുകളാണ് ഈ സൂക്തത്തിലൂടെ നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ നിവർത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹുവിൻ്റെ അടിമത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഉയരുവാൻ, അള്ളാഹുവോട് മാത്രം തേടിക്കൊണ്ട് അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് പരിപൂർണ അടിമത്വം സ്വീകരിക്കുവാൻ പടച്ചതമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.